ഓൾ ഓഫ് യു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം ഈ വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. പാർട്ട് 2 നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഏതൊക്കെ വെച്ചിട്ടാണ് നിർത്തിയത്? അമ്യൂസീവ് റീഡിംഗ് വെച്ചിട്ടാണല്ലേ നമ്മൾ നിർത്തിയത്. അമ്യൂസീവ് റീഡിംഗ് പറഞ്ഞു, സ്കാനിങ് പറഞ്ഞു, സ്കിമ്മിങ് പറഞ്ഞു, ക്ലോസ് റീഡിംഗ് പറഞ്ഞു, അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു. ഇതെല്ലാം പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ്. ഹെഡ്ലൈൻ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് വരികൾക്കിടയിലൂടെ വായിക്കുക. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഏത് പറയണത്, ഏത് മെത്തേഡിൽ പറയുന്നത്? റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ്. ദിസ് ടൈപ്പ് ഓഫ് റീഡിംഗ് ടെക്നിക്സ് കീൻ അറ്റൻഷൻ ടു എവറി ഡീറ്റെയിൽ ഫോർ ഇറ്റ്സ് പർപ്പസ് ടു ഇറ്റ്സ് ഡിസ്കവർ ഹിഡൻ മീനിങ്സ്. ഓക്കെ, ഹിഡൻ മീനിങ്സ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? ഏത് മെത്തേഡാണ്? റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ്. ആ കീവേഡ്സ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം പല മെത്തേഡ്സിലും പല സിമിലർ ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നുണ്ട്. പക്ഷേ ഏതാണോ ഒരു മെത്തേഡിലെ കീവേഡ് ഏതാണോ അത് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കീവേഡ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹിഡൻ മീനിങ്സ് എന്നുള്ള ഒരു കീവേഡ് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഏതിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ വരുന്നതാണ്? റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്നുള്ള മെത്തേഡിൽ വരുന്നതാണ്. ദെൻ ദി റീഡിംഗ് ലൊക്കേറ്റ്സ് ആൻഡ് സ്പെസിഫിക്കലി അണ്ടർസ്റ്റാൻഡ്സ് ദി ഓതേഴ്സ് മെസ്സേജസ് വിച്ച് ഹി ഓർ ഷീ ഡിസേൺസ് ഇൻ സം വേർഡ്സ്, എക്സ്പ്രഷൻസ്, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ്, പങ്ക്ച്വേഷൻസ്, അസോസിയേഷൻസ് എറ്റ്സെട്ര. പങ്ക്ച്വേഷൻസ് വരെ നോട്ട് ചെയ്ത് വെച്ച് അതുപോലും എന്താണ് കൺവേ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു റീഡിംഗ് മെത്തേഡാണ് എന്താന്ന് പറയണത്? റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ്. വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയില്ലേ, അതാണ് സംഭവം. Such reading requires wide knowledge, an analytical and logical mind and an eye for hidden matters. കണ്ടോ, ഹിഡൻ മാറ്റേഴ്സ്, ഹിഡൻ മീനിങ്സ്, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥങ്ങൾ. അതായത് ആ ഒരു ലൈൻ കൊണ്ട് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് അതിനെ അർത്ഥമാക്കുന്നത് വേറെ രീതിയിലും അതേപോലെ അത് മനസ്സിലാക്കേണ്ടത് വേറെ രീതിയിലുമായിട്ടുള്ള വരികളൊക്കെ നമ്മൾ കാണാറുണ്ട്, അങ്ങനെയുള്ള സെൻറ്റൻസസ് ഒക്കെ. അപ്പോൾ അതെല്ലാം എന്താണ് ശരിക്കും ആ മീനിങ് എന്താണ് കൺവേ ചെയ്യുന്നത് എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു റീഡിംഗ് മെത്തേഡാണ് റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന് പറയുന്നത്. അതിൽ ശരിക്കും ലോജിക്കൽ മൈൻഡ്, വൈഡ് നോളജ്, സ്പെസിഫിക്കലി അണ്ടർസ്റ്റാൻഡ്സ് ദി ഓതേഴ്സ് മെസ്സേജസ്, അതേപോലെ പങ്ക്ച്വേഷൻസ് വരെ കംപ്ലീറ്റ്ലി അതെന്താണ് കൺവേ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. കീൻ അറ്റൻഷൻ, ഡിസ്കവർ ഹിഡൻ മീനിങ്സ്. ഇതെല്ലാം ഈ ഒരു റെഡിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ആ ടെക്സ്റ്റിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് എടുത്തിട്ടോ ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദെൻ cunningly written advertisements and riddles are examples of this type of reading. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചിട്ട് ഇത് ഏത് മെത്തേഡ് ഓഫ് റീഡിങ്ങിലാണ് വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസിൽ? ആ ഒരു മെത്തേഡിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്? റിട്ടൺ അഡ്വർടൈസ്മെന്റ്സും റിഡിൽസും. റിഡിൽസ് എന്താണ്? കടുങ്കഥകൾ. അതേപോലെ റിട്ടൺ അഡ്വർടൈസ്മെന്റ്സ് എന്താണ്? നമ്മൾ ഈ എഴുതിയിട്ടുള്ള പരസ്യങ്ങൾ ഉണ്ടാവില്ലേ, അതായത് പരസ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ ഇമേജ് ആണ് വരുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ ചില പരസ്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ സോപ്പിൻ്റെ ഒക്കെ പരസ്യമാണെങ്കിൽ ആ സോപ്പിൻ്റെ ആ ഒരു ചെറിയൊരു ഇമേജ് ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് തിളങ്ങുന്ന ചർമ്മത്തിന് ഇതിൽ സോപ്പിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ റിട്ടൺ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ഇല്ലേ, അതെല്ലാം ഇതിൽ വരുന്നതാണ് റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ കടുങ്കഥകളും. ഇനി പ്രാക്ടിക്കൽ സെഷൻ, വി മേ റീഡ് ദി സെയിം ടെക്സ്റ്റ് ഡിഫറെൻ്റ്ലി. അതായത് ഒരേ ടെക്സ്റ്റ് തന്നെ ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ ടൈമിനനുസരിച്ചോ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് നൽകണ ആ ഒരു ഇമ്പോർട്ടൻസിനനുസരിച്ചോ നമുക്ക് ഒരു ടെക്സ്റ്റ് തന്നെ പല ആൾക്കാർക്ക് പല രീതിയിൽ വായിക്കാനായിട്ട് പറ്റും. ആസ് ഇൻ ദി കേസ് ഓഫ് ടൈം പാസ് റീഡിംഗ് ഓഫ് എ നോവൽ ആൻഡ് റീഡിംഗ് ദി സെയിം നോവൽ ഫോർ റൈറ്റിംഗ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കുറേ വീഡിയോസിലായിട്ട് പറഞ്ഞതാണ്. എന്താണ്? ഒരു കാര്യത്തെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നോക്കി അതിലെന്താണ് മീനിങ് കൺവേ ചെയ്യുന്നത്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണ് ക്രിട്ടിക്കൽ റീഡിങ്ങിൽ വരുന്നത്. അങ്ങനെ ഒരു നോവലിൻ്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നമുക്ക് എഴുതാനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ വായിക്കുന്ന രീതി ആയിരിക്കില്ല നമ്മൾ വെറുതെ ഒരു ടൈം പാസിന് നമ്മൾ ആ നോവൽ വായിക്കുന്ന രീതി. അപ്പോൾ രണ്ടും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. Students have to master all types of reading to be successful in their studies. Now let us see how each type of reading is practiced. Read the following excerpt of a story and try to answer the questions as quickly as possible. അതായത് ഒരു സ്റ്റോറീൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് അവിടെ തന്നിരിക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങൾ ഒരു ഗെയിം പോലെയൊക്കെ ഒന്നുകൂടി ആക്റ്റീവായിട്ട് ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു പാരഗ്രാഫിൽ ഇത് ഒരു സ്റ്റോറീൻ്റെ ഒരു ഭാഗമാണ്, ഒരു ചെറിയൊരു ഭാഗം
രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാനായിട്ട് നോക്കുക. ജസ്റ്റ് ഫുള്ള് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് എന്താണത് ചെറുതായിട്ടെങ്കിലും ഒരു ഐഡിയ വരുന്നുണ്ടോ, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ അത്, എന്നിട്ട് വീഡിയോ ബാക്കി പ്ലേ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ വായിച്ചെങ്കിൽ മാത്രം ബാക്കി വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ വായിച്ചതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം, അതായത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം രണ്ടും തമ്മിലുള്ള ആ ഒരു അന്തരം, ആ ഒരു ഡിഫറൻസ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതും കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ നിങ്ങൾ. ദെൻ ഈ ഒരു പാരഗ്രാഫിനെ കണക്കാക്കിയിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ്, ഈ ഒരു ചെറിയൊരു പാരഗ്രാഫ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു സ്റ്റോറീൻ്റെ ചെറിയൊരു പാർട്ട് അല്ലേ, ഈ ഒരു പാർട്ടിനെ കണക്കാക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്താണ്, ഹൂ വാസ് ജെയ്സി? ഈ ഒരു പാരഗ്രാഫ് ചെറിയൊരു സ്റ്റോറീൻ്റെ ചെറിയൊരു പാർട്ട് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആരാണ് ജെയ്സി. ജെയ്സി ആരാണെന്നുള്ളത് കറക്റ്റായിട്ട്, അതായത് ഓപ്പൺ ആയിട്ട് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ പറ്റില്ല. ജെയ്സി ആരാണ്, ജെയ്സി ഇസ് ദി എന്ന് പറഞ്ഞിട്ട് ജെയ്സി ആരാണെന്നുള്ളത് കറക്റ്റായിട്ട് അങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. അതിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അങ്ങനെ ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ദെൻ ഇനി നമ്മൾ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എന്താണ്, ക്വസ്റ്റ്യനിലൂടെ ഓരോ ക്വസ്റ്റ്യനിലൂടെ നമുക്കത് നോക്കി പോവാം കേട്ടോ. ഹൂ വാസ് ജെയ്സി? ജെയ്സി ആരാണ്? ഇങ്ങനെ ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോകണം. നമുക്ക് നോക്കാം. ഓക്ക് ഡിഡ്ന്റ് വേക്ക് അപ്പ് ആസ് ഹി ഹാഡ് വിഷ്ഡ് ബട്ട് പോള വാസ് ദർ ബിസൈഡ് ഹിം സ്നോറിങ് എന്താണ്, കൂർക്കം വലിക്കുക എന്ന് പറയില്ലേ, അതാണ് സ്നോറിങ് ഹാർഷ്ലി ഇനഫ് ടു അനോയ് ദി ബീസ്റ്റ് ഇൻ ദി ജംഗിൾ. ഇനിയാണ് നമ്മൾ ഓരോ വാക്കും എന്താണ്, അതിൽ ഒളിഞ്ഞു കിടക്കണ മീനിങ് എന്താണ്, അത് എന്താണ് കൺവേ ചെയ്യുന്നത് നമുക്ക് നോക്കാൻ പോണത്. ഫസ്റ്റ് തന്നെ നോക്കിയേ, ഓക്ക് എന്ന് പറയുന്നത് ഒരു കുട്ടീൻ്റെ പേരാണ്. ഓക്ക് ഡിഡ്ന്റ് വേക്ക് അപ്പ്, അതായത് ഓക്ക് എണിച്ചില്ല. ആസ് ഹി ഹാഡ് വിഷ്ഡ് ബട്ട് പോള വാസ് ദർ ബിസൈഡ് ഹിം. ആരുടെ അപ്പുറത്തുണ്ട്, ഓക്കിൻ്റെ അപ്പുറത്ത് ആരും കിടക്കുന്നുണ്ട്, പോളയും കിടക്കുന്നുണ്ട്. സ്നോറിങ് ഹാർഷ്ലി ഇനഫ് ടു അനോയ് ദി ബീസ്റ്റ്സ് ഇൻ ദി ജംഗിൾ. അപ്പോൾ അവരുടെ വീട് കാടിൻ്റെ അടുത്താണെന്നുള്ള ആ ഒരു ഇമേജ് അതിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അവരുടെ വീട് എവിടെയാണ്, കാടിൻ്റെ അടുത്തായിട്ട്, അതായത് ആ ഒരു ഏരിയയിലാണ് അവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. ആ ഒരു വാക്കിലൂടെ, ആ ഒരു സെൻറ്റൻസിലൂടെ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. ഓക്ക് ആൻഡ് പോള എന്ന് പറയുന്നത് അവർ രണ്ടുപേരും അപ്പുറത്ത് കിടന്ന്, അതായത് ഒരുമിച്ച് കിടന്ന് ഉറങ്ങാണ്. അതേപോലെ ആര് കൂർക്കം വലിക്കുന്നുണ്ട്, ആര് സ്നോർ ചെയ്യുന്നുണ്ട്, പോള സ്നോറിങ് ആണ്. അതായത് അത്രയും വലിയൊരു സൗണ്ടിൽ, കാട്ടിലെ മൃഗങ്ങൾക്ക് വരെ ഭീഷണിയാവുന്ന രീതിയിലുള്ള ഒരു സൗണ്ടിലാണ് പോള കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നത്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെയാണ് അപ്പുറത്ത് ആരും കിടക്കണത്, ഓക്കും കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ദെൻ എന്താ സംഭവിച്ചത്, വെൻ റേസി ഓപ്പൺഡ് ദി ഡോർ ഓഫ് ദെയർ ടൈനി റൂം. ടൈനി അതായത് അത്രയും ചെറുതായിട്ടുള്ള, അത്രയും ഇടുങ്ങിയിട്ടുള്ള ആ ഒരു മുറി, അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഓരോ വാക്കിനെയും ക്രിട്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഓരോ വാക്കിലും ഒളിഞ്ഞു കിടക്കണ മീനിങ് എന്താണെന്നുള്ളത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു എസ്സേൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഇങ്ങനെ ഒരു പാരാഗ്രാഫ് തന്നിട്ട് അതിലുള്ള സബ് ക്വസ്റ്റ്യൻസ് തരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ചെറിയൊരു സ്റ്റോറീൻ്റെ ഒരു ചെറിയൊരു പാർട്ട് തന്നിട്ട് അതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാരാഗ്രാഫ്സ് എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് പോകാൻ നോക്കട്ടെ. ചിലപ്പോൾ ഇത് തന്നെ തന്നിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ടെക്സ്റ്റിലുള്ളത് തന്നെ തന്നിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ ശ്രദ്ധിച്ചിരുന്ന് കഥ കേൾക്കാം കേട്ടോ. കഥയല്ലേ ഇത്, അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലേ നിങ്ങൾക്ക്. Then, when Razi opened the door of their tiny room, what she so disgusted her. Disgusted എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറുപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇഷ്ടമാവാത്ത അരോചകമായിട്ടുള്ള രീതി എന്നൊക്കെ പറയില്ല, അതാണ് ഡിസ്കസ്റ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡിസ്കസ്റ്റ് ചെയ്തിട്ടുള്ള കാഴ്ച? റേസി ഷീ എന്ന് പറയുമ്പോൾ തന്നെ റേസി എന്താണ്, ഒരു പെൺകുട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ റേസി ഇവരുടെ ആ ഒരു ടൈനി റൂം, ഇടുങ്ങിയ ആ ഒരു മുറി തുറന്നപ്പോൾ അവൾക്ക് ആ ഒരു അരോചകമായിട്ടുള്ള രീതിയിൽ, ഒരു വെറുപ്പിക്കുന്ന രീതിയിൽ, ഇഷ്ടമാവാത്ത രീതിയിലുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. എന്താണ് അവൾ കണ്ട കാഴ്ച? എന്താണ്? She covered the boys with a sheet and stomped out, slamming the door. ആ
അതായത് വാതിൽ കൊട്ടി അടച്ചുകൊണ്ട്, അതായത് അവൾ കണ്ട ഒരു കാഴ്ച അവൾക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. അതായത് എന്തോ ഒരു അവളിനെ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയാണ് അവൾ കണ്ടത്. അതിൻ്റെ ആ ഒരു പ്രതിഷേധത്തിൽ നമ്മൾ എന്താണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡോർ ഇങ്ങനെ കൊട്ടി അടക്കില്ലേ, അതായത് ഡോർ ഇങ്ങനെ വലിച്ചടക്കില്ലേ, നമ്മൾ ദേഷ്യത്തിൽ വലിച്ചടക്കില്ലേ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലാമിങ് ദി ഡോർ. അതായത് അടച്ചിട്ട് എന്ത് ചെയ്യാണ്, അവൾ ആ റൂമിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്, ഷീ കവേർഡ് ദി ബോയ്സ് വിത്ത് എ ഷീറ്റ്. അപ്പോൾ അത് കിടന്നുറങ്ങുന്ന രണ്ടും ആമ്പിള്ളേരാണെന്നുള്ളതും അവിടെ മനസ്സിലാക്കാൻ പറ്റും, ഈ വന്നിരിക്കുന്നത് പെൺകുട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് കവേർഡ് ദി ബോയ്സ് വിത്ത് എ ഷീറ്റ്, അതായത് ഒരു ഷീറ്റ് കൊണ്ട് ആ ബോയ്സിനെ അവൾ കവർ ചെയ്യാണ്. അതായത് അവർ ചിലപ്പോൾ ഷർട്ടൊന്നും ഇടാതെ ഒരു റെസ്ലെസ് ആയിട്ട് ഒരു രീതിയിലുള്ള മടിയന്മാരായിട്ടാണ് അവിടെ ആ ഒരു ഇമേജ് കൊണ്ട് അവരെ കണക്കാക്കുന്നത്, ആ രണ്ട് ആൺകുട്ടികളെ. അങ്ങനെ അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് എന്താണ്, ഈ റെയ്സി എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യാണ്, അവരിനെ ഒരു ഷീറ്റ് കൊണ്ട് മൂടിയിട്ട് എന്ത് ചെയ്യാണ്, പുറത്ത് വാതിലൊക്കെ കൊട്ടി അടച്ച് പുറത്ത് കിടക്കാണ്. ഷി വെന്റ് ടു ജേസി ടു കംപ്ലെയിൻ. അവിടെയാണ് ജേസി ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി നേരെ ശ്രദ്ധിച്ചിരുന്നാൽ ജേസി ആരാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? ഷി വെൻറ്റ് ടു ജേസി ടു കംപ്ലെയിൻ. അതായത് ഈ ആമ്പിള്ളേർ ഇത്ര നേരമായിട്ടും ഉറങ്ങുകയാണോ എന്നുള്ളതൊക്കെ ഒരു കംപ്ലൈൻറ്റ് പറയാനായിട്ട് ആരുടെ അടുത്തേക്ക് വരികയാണ്, ജേസീൻ്റെ അടുത്തേക്ക് വരികയാണ്. വൈ വെർ യു സോ ഇംപേഷ്യൻ ടു കിക്ക് മീ ഔട്ട് ഓഫ് ബെഡ് സോ ഏർലി വൈൽ യുവർ സൺസ് സിങ് ദി ഡെവിൽ സോങ് ത്രൂ ദി നോസ് ഈവൻ അറ്റ് ദിസ് ലേറ്റ് മോർണിംഗ്. അതായത് എന്താ അവിടെ ചോദിച്ചിരിക്കണത്, അതൊന്നും കൂടി ഒരു 2-3 വട്ടം അതൊന്ന് ആ ഒരു സെൻറ്റൻസ് വായിച്ചേ, നിങ്ങളായിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജേസി ആരാന്നുള്ളത്. വായിച്ചതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താലാണ്, ഞാൻ പറയണ പോലെ ഇങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്കും ഇപ്പം ഞാൻ പറയണത് ഒരു കഥയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ആ കഥേൻ്റെ ഉത്തരം എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. പക്ഷേ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ആ ഒരു വീഡിയോ പോസ് ചെയ്ത് അത് നിങ്ങളായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്തതായിരിക്കും കേട്ടോ നല്ലത്. ദെൻ why were you so impatient to kick me out of bed so early? അതായത് വളരെ നേരത്തെ തന്നെ എന്നെ ബെഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ. പിന്നെ എന്താണ്, while your sons, അതായത് നിങ്ങളുടെ മക്കൾ, അതായത് ആൺമക്കൾ, while your sons, നിങ്ങളുടെ ആൺമക്കൾ. അപ്പോൾ നമുക്ക് അതെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഓക്ക് ആൻഡ് പോള എന്നുള്ളത് ജെയ്സിൻ്റെ ആൺമക്കളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരാണ് ജെയ്സി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും, ഓക്ക് ആൻഡ് പോളിൻ്റെ മദറാണ് ജേസി എന്നുള്ള ആൻസർ അവിടെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു വായന അവിടെ ആവശ്യമാണ്. ഓക്കെ. Then, while your sons sing the devil's song through the nose even at this late morning, അതായത് പിശാചിൻ്റെ ആ ഒരു രീതിയിലുള്ള പാട്ടൊക്കെ പാടിയിട്ടാണല്ലോ നിങ്ങളുടെ മക്കൾ ഉറങ്ങണത് ഇത്ര നേരമായിട്ടും. രാവിലെ ഇത്രയും സൂര്യൻ ഉദിച്ച് ഇത്രയും നേരമായിട്ട് എന്നെ രാവിലെ തന്നെ ഏർലി മോർണിംഗിൽ തന്നെ ബെഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ. പക്ഷെ നിങ്ങളുടെ ആൺമക്കൾ കിടക്കണ കണ്ടില്ലേ, ആൺമക്കൾ എന്താണ്, അതായത് കൂർക്കം വലിക്കണുണ്ടല്ലോ, പോള കൂർക്കം വലിക്കുന്നതിനെയാണ് കളിയാക്കിക്കൊണ്ട് ഈ റേസി ഇങ്ങനെ പറയുന്നത്. അതായത് പിശാചിൻ്റെ ആ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണല്ലോ നിങ്ങളുടെ മക്കൾ ഇത്രയും നേരമായിട്ടും കിടന്ന് ഉറങ്ങണത്, അതിനൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ അമ്മേനോട് ഒരു മകൾ പറയുന്നതായിട്ട് നമുക്ക് അവിടെ ഒരു കണക്കാക്കാൻ, അത് മകളാണെന്നുള്ളത് ഡയറക്റ്റായിട്ട് പറയണില്ലെങ്കിലും അങ്ങനെയാണെന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. Then, grinding her teeth, she stamped through the narrow hall to warm bright sun. അതായത് നമ്മൾ എന്തെങ്കിലും പറയും, നമുക്ക് ചിലരൊക്കെ ഉണ്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് കടിച്ചിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അതായത് അവരുടെ ദേഷ്യം അത്രയും ഒതുക്കി പിടിക്കാനായിട്ട് അവർ പല്ലൊക്കെ കടിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ പല്ലൊക്കെ കടിച്ച് അവളുടെ ദേഷ്യം ഉള്ളിൽ ഒതുക്കിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, ഈ അമ്മേനോട് ഇത് പറഞ്ഞതിന് ശേഷം ത്രൂ ദി നാരോ ഹാൾ ടു ദി വാം ബ്രൈറ്റ് സൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നാരോ ഹാൾ? നാരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നേരത്തെ അത്രയും ഇടുങ്ങിയിട്ടുള്ള ആ ഒരു ഹാളാണ്. അവരുടെ റൂം തന്നെ ടൈനി റൂം എന്നൊക്കെ നമ്മൾ ഫസ്റ്റിലേ പറയുന്നുണ്ട്. അതായത് അത്രയും ചെറിയൊരു റൂമാണെന്നൊക്കെ നമ്മൾ ഫസ്റ്റിലേ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൈനി റൂമിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഇടുങ്ങി പിടിച്ച റൂമിൽ നിന്ന് ആ ഒരു വലിയ ആ ഒരു നേരം വെളുത്തു എന്ന് നമ്മൾ അതിൽ പരാമർശിക്കാനുണ്ടല്ലോ ആ ഒരു സെൻറ്റൻസിൽ. ആ ഇടുങ്ങി പിടിച്ച റൂമിൽ നിന്ന് അവൾ എന്ത് ചെയ്യാണ്, എങ്ങോട്ടാണ് നടന്ന് നീങ്ങുന്നത്, വാം ബ്രൈറ്റ് സൺ, അത്രയും വൈഡായിട്ടുള്ള ആ ഒരു നേച്ചറിലേക്ക്, അതായത് ഇടുങ്ങിയതിൽ നിന്നും അത്രയും വൈഡായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്,
സ്ഥലത്തേക്ക്, അത്രയും വൈഡായിട്ടുള്ള നേച്ചറിൻ്റെ പ്ലേസിലേക്ക് അവൾ നടന്ന് നീങ്ങുകയാണെന്നാണ് പറയണത്. അപ്പോൾ ഒരു എൻഡിങ് എന്താണ്, ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട്, അതായത് അവൾ എന്താണ്, അവൾക്ക് ദേഷ്യം വന്നു, അവൾ പറഞ്ഞു, അവളത് പറഞ്ഞു തീർത്തു, അതിൽ തന്നെ സ്റ്റക്ക് ഓൺ ചെയ്യാണ്ട് അവൾ എന്താണ് അവളുടേതായിട്ടുള്ള രീതിയിൽ പുറത്തേക്ക് നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ അവൾ ആ ഒരു ടോപ്പിക്ക് അവിടെ ലീവ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സ്റ്റോറീൻ്റെ ഈ ഒരു ഭാഗം. ചെറിയൊരു ഭാഗത്തിൽ നിന്ന് നമുക്ക് അത്രയധികം മീനിങ്സ് ആണ്, അത്രയധികം കാര്യങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റേണ്ടത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. എന്താണ്, ഹൂ വാസ് ജേസി? ജേസി ആരാണ്? നമ്മൾ പറഞ്ഞു ഓക്ക് ആൻഡ് പോളൻ്റെ മദറാണ്, അവരുടെ അമ്മയാണ്. ചിലപ്പോൾ എന്നല്ല, നമുക്ക് ഇത് ഈ ഒരു ഇതിലൂടെ നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാവുന്നതാണ്. ആൺകുട്ടി പെൺകുട്ടി എന്നില്ലാതെ ചിലപ്പോൾ താഴെയുള്ള മക്കളോ, നമ്മളിപ്പോൾ മൂത്ത മക്കളാണെങ്കിൽ താഴെയുള്ള മക്കൾ ഇങ്ങനെ ഉറങ്ങണ കാണുമ്പോൾ അവൻ ഉറങ്ങണതിന് കുഴപ്പമൊന്നുമില്ലേ, അങ്ങനെ നമ്മൾ ചോദിക്കില്ല. അപ്പോൾ റേസി ആരാവാനാണ് സാധ്യത? ജേസിൻ്റെ ജേസിൻ്റെ കുട്ടി ആവാനാണ്, പെൺകുട്ടി ആവാനാണ് ഈ ഒരു കഥയിൽ സാധ്യത ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു അസ്യൂം ചെയ്ത് എഴുതുക. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നില്ലെങ്കിലും ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ നമ്മൾ ഊഹിച്ചെടുക്കാം മൊത്തത്തിലായിട്ട്. ഓക്കെ, then who was Jay-Z? To find out the answer, you can rush through the lines till the last sentence where Ray-Z calls the boys your sons. ആ ബോയ്സിനെ, ആ കുട്ടികളെ ഇവളെന്താ പറഞ്ഞത്? യുവർ സൺസ്, നിങ്ങളുടെ ആൺമക്കൾ എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്. നിങ്ങളുടെ ആൺമക്കൾ എന്ന് പറയുകയാണെങ്കിൽ അത് ആരാണ്? ജേസി ഇവൻ്റെ അമ്മയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. യു സ്കാൻ ദി പാരഗ്രാഫ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ. അല്ലേ, നിങ്ങളോട് ഫസ്റ്റ് ഞാൻ വായിക്കാൻ പറഞ്ഞ സമയത്ത് എത്ര പേർക്ക് ഇത് മനസ്സിലായി, ഈ ഒരു ജേസി ഓക്ക് ആൻഡ് പോളൻ്റെ അമ്മയാണെന്ന് മനസ്സിലായി എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. എത്ര കമൻസ് നിങ്ങൾക്ക്, അത്രയും ഇൻറ്ററാക്ട് ചെയ്യാണല്ലോ ഞാനും നിങ്ങളുമായിട്ട് അത്രയും ഇൻറ്ററാക്ട് ചെയ്യാണല്ലോ കമൻസിലൂടെ. അപ്പോൾ നിങ്ങൾ കമൻസ് മാക്സിമം അറിയിക്കാനായിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്, ആ ഒരു കഥ വായിച്ചപ്പോൾ എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. Then to find out the answer, Jay-Z was the mother of Oak and Pola. ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? Jay-Z was the mother of Oak and Pola. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഈ ഒരു പാരാഗ്രാഫിൽ ലാസ്റ്റ് സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസിലാണ് ഈ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ കൊടുത്ത ആൻസർ ഉണ്ടല്ലോ, അതേപോലെ തന്നെ എഴുതാനായിട്ട് നോക്കട്ടെ. ജസ്റ്റ് ആൻസർ മാത്രം എഴുതാതെ ഏത് സെൻറ്റൻസിലാണ്, ഏത് ഭാഗത്താണ്, എന്ത് സെൻറ്റൻസ് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ഫീൽ ചെയ്തത്, ഇതൊക്കെ എഴുതാനായിട്ട് നോക്കട്ടെ എക്സാമിന് ചോദിച്ചാൽ. സെക്കൻഡ് വൺ, വാസ് റേസി കമ്പോസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേസി കാമായിരുന്നു, അതായത് വളരെ ശാന്തമായിട്ടായിരുന്നോ റേസി ഉണ്ടായിരുന്നത്? അല്ലേ, നമ്മൾ കുറേ ഒരു സെൻറ്റൻസസ് പറഞ്ഞതാണ്. എന്താണ്, റേസി പല്ലൊക്കെ കടിച്ചുകൊണ്ടാണ്, വാതിലൊക്കെ കുട്ടി അടച്ചുകൊണ്ടാണ് അവിടുന്ന് പുറത്തിറങ്ങിയത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ഇത്ര നേരം കിടന്ന് ഉറങ്ങണുണ്ടോ, അതിനൊന്നും കുഴപ്പമില്ലേ, അവരുടെ ഡെവിൽ സോങ് എന്നൊക്കെ പറയുന്നത്, അത്രയും ദേഷ്യത്തിലാണ് റേസി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, റേസി കാമല്ല അല്ലെങ്കിൽ കമ്പോസ്ഡ് അല്ല എന്നുള്ള ഒരു ആൻസർ, നോ എന്നുള്ള ആൻസർ അവിടെ എഴുതാനായിട്ട് പറ്റും. പക്ഷേ എക്സാമിന് എഴുതാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണത്, എക്സാമിന് നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ട് ഓക്കെ എന്ന് വിചാരിക്കും, പക്ഷേ ആൻസർ എഴുതിയിരിക്കുന്നത് മാത്രമല്ല ആ ആൻസർ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സെൻറ്റൻസിൽ നിന്നാണ്, ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് എഴുതാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വാസ് റേസി കമ്പോസ്ഡ് എന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്? റേസി കമ്പോസ്ഡ് അല്ല, റേസി നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ആ ദേഷ്യം കാണിക്കണ ആ ഒരു സെൻറ്റൻസസ് ഒക്കെ അവിടെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇന്ന സെൻറ്റൻസിലാണ് കണ്ടത് എന്നുള്ളതൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. Then third one, what have you understand about the place, time and persons preferred to this paragraph? ഇതും നമ്മൾ പറഞ്ഞതാണ്. അതായത് കഥ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് ഇതും നമ്മൾ പറഞ്ഞു, നോട്ട് ചെയ്ത് വരാണെങ്കിൽ അറിയാൻ പറ്റും. എന്താണ് നമ്മൾ പറഞ്ഞു, അത്യാവശ്യം അതായത് രാവിലെ ആയിട്ട് കുറച്ചിങ്ങനെ ഒരു നേരത്തെ മോർണിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതായത് രാവിലെ ആയി സൂര്യൻ ഉദിച്ചു എങ്കിൽ പോലും കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 മണി 9 മണി 10 മണി ആ ഒരു ടൈമൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നത്. ആ ഒരു സെൻറ്റൻസിലൂടെ വായിക്കുന്നതിലൂടെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നത് ആ ഒരു ടൈമൊക്കെ ആണെന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ടൈം ചോദിക്കുമ്പോൾ 9 to 10 AM അങ്ങനെയൊന്നും എഴുതണ്ട, ഏതാണ് ഒരു ഏർലി മോർണിംഗ് ആണ് അങ്ങനെയുള്ള രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇതിൽ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അസ്യൂമാണ്, നമ്മൾ ഊഹിച്ചെടുത്ത കാര്യങ്ങളാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്. ദെൻ to answer this question, you have to read the whole text carefully and with a focus on drawing all possible information about the place,
ടൈം ആൻഡ് പേഴ്സൺസ്. ഏതാണ് സ്ഥലം, ഏതാണ് സമയം, ഏതാണ് അതിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാർ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ടെക്സ്റ്റ് അത്യാവശ്യമാണ്. ദി ആൻസർ ക്യാൻ ബി ദി പ്ലേസ് ഇസ് എ റസ്റ്റിക് ഏരിയ നിയർ എ ജംഗിൾ. കാടിൻ്റെ അടുത്താണ്. നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ടെന്നാണ്, കാടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആനിമൽസിന് വരെ ഭീഷണിയാവുന്ന രീതിയിലാണ് അവൻ കൂർക്കം വലിച്ച് ഉറങ്ങണത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കാടിൻ്റെ അടുത്താണ്, ജംഗിൾ, നിയർ ദി ജംഗിളാണ് അവരുടെ വീട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. The house is a small one, for the boy's bedroom is tiny and the hall is narrow. The time is late morning. അതായത് ലേറ്റ് മോർണിംഗ് ആണ് ടൈം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെന്താണ്, ആ ഒരു ടൈനി റൂമാണ് അല്ലെങ്കിൽ നേരോ ഹാളാണ് എന്നൊക്കെ പറയുന്നതിലൂടെ വീട് അത്രയും ചെറുതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. കാടിൻ്റെ അടുത്താണെന്ന് പറയുന്നതിലൂടെ എന്താണ്, ആ ഒരു കാടിൻ്റെ അടുത്തുള്ള ആ ഒരു ഏരിയയിൽ എവിടെയാണ് അവരുടെ വീട്. പിന്നെ അതേപോലെ തന്നെ പ്ലേസ്, പിന്നെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്യാരക്ടേഴ്സ് നമുക്കൊരുവിധം പെട്ടെന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. ജെയ്സി, ഹെർ സൺസ് ഓക്ക് ആൻഡ് പോള ആൻഡ് റേസി. അതായത് ജെയ്സിൻ്റെ മക്കളാണ്, ആൺമക്കളാണ് ഓക്ക് ആൻഡ് പോള എന്നുള്ളത് ഇവിടെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പക്ഷെ റേസി നമ്മൾ ഊഹിച്ചെടുത്തതാണ്, മകളായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമ്മൾ ഊഹിച്ചെടുത്തതാണല്ലേ. സോ ഊഹിച്ചെടുത്ത കാര്യങ്ങൾ ജസ്റ്റ് കറക്റ്റായിട്ട് തറപ്പിച്ച് പറയാതെ റേസി എന്ന് മാത്രം അവിടെ എഴുതുന്നതായിരിക്കും കേട്ടോ നല്ലത്. ദെൻ അപ്പോൾ ആരൊക്കെയാണ്, ജെയ്സി, ഹെർ സൺസ് ഓക്ക് ആൻഡ് പോള ആൻഡ് റേസി ആർ ദി ക്യാരക്ടേഴ്സ് മെൻഷൻഡ് ഹിയർ. റേസി ക്യാൻ ബി ജെയ്സീസ് ഡോട്ടർ. റേസി ഈസ് ജെയ്സീസ് ഡോട്ടർ എന്ന് എഴുതരുത്. അതായത് റേസി ജെയ്സിൻ്റെ മകളാണ് എന്നുള്ളത് എഴുതരുത്, നമ്മൾ ഊഹിച്ചെടുത്ത കാര്യമാണ്. ഇപ്പോൾ ക്യാൻ ബി ആയിരിക്കാം, ഒരു പക്ഷേ ജെയ്സിൻ്റെ മകളായിരിക്കാം ആര്, റേസി എന്ന് പറയണത്. ഒരു പേരിൽ സിമിലാരിറ്റി ഉണ്ടല്ലോ, ജെയ്സി റേസി, അപ്പം മകളായിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിച്ചെടുക്കാനത്, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ, എഴുതേണ്ട ആവശ്യമില്ല. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ദെൻ Jaycee is a conventional mother who thinks that women are responsible for all household chores and for maintaining traditional practices. ഇത്രയും വലിയൊരു നിഗമനത്തിലേക്ക് എത്താണ് നമ്മൾ. അതായത് ജെയ്സി എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ മദറാണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെൺമക്കളാണ് എല്ലാം ചെയ്യേണ്ടത്, വീട്ടിലെ ജോലികളെല്ലാം, ഹൗസ് ഹോൾഡ് ചോഴ്സ്, വീട്ടിലെ ജോലികളെല്ലാം പെൺമക്കളാണ് ചെയ്യേണ്ടത്, പെൺമക്കളാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ആൺമക്കൾ അതിന് റെസ്പോൺസിബിൾ അല്ല, ആൺമക്കൾ ആ ഒരു വീട്ടു ജോലിയിൽ ഒന്നും തീരെ പങ്കെടുക്കേണ്ട ഒരു ആവശ്യമില്ല, പെൺമക്കളാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പഴഞ്ചൻ ചിന്താഗതികളുള്ള ഒരു അമ്മയാണ് ആരെന്ന് പറയണത്, ജെയ്സി എന്ന് പറയണത് എന്നുള്ള ആ ഒരു അത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ജെയ്സിനെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ഷോർട്ടിലൂടെ പറയാൻ സാധിച്ചത് ഏത് സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു ആൺമക്കളെ ഇവളെ രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ, അതായത് റേസിനെ ഏർലി മോർണിംഗ് തന്നെ ബെഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്നുണ്ട് റേസി. പക്ഷേ ഇവരിൻ്റെ ആൺമക്കൾ ലേറ്റ് മോർണിംഗ് ആയിട്ടും എന്താണ് അവിടെ പുതച്ച് മൂടി കൂർക്കം വലിച്ച് സ്വസ്ഥമായിട്ട് അവരുടെ ആ ഒരു ഷർട്ട് പോലും ഇല്ലാതെ, അവരത്രയും ഷർട്ട് പോലും ഇല്ലാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത്ര ക്ലീനിലല്ല കിടന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് റേസി വന്നിട്ട് ഒരു പുതപ്പിട്ടിട്ട് അവരെ മൂടിയത്. അപ്പോൾ അങ്ങനെ അത്രയും റെസ്റ്റ്ലെസ് ആയിട്ട് അവർ കിടക്കുകയാണ്. അപ്പോൾ ഇവളിനെ രാവിലെ തന്നെ എന്താണ് പണികൾ എടുക്കാനായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഊഹത്തിലേക്കാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ കൊണ്ടുപോകണത്. ദെൻ they are not as privileged as men. അതായത് ആൺമക്കൾക്ക് കൊടുക്കുന്ന അത്ര പ്രിവിലേജ്, അത്ര മുൻഗണന ആർക്ക് കിട്ടുന്നില്ല ഇവിടെ, റേസി അതായത് പെൺമക്കൾക്ക് കിട്ടുന്നില്ല. സോ ഷീ ഇമ്പോസസ് ഹെർ അതോറിറ്റി ഓൺ റേസി rather harshly and leaves the boys to enjoy their sleep as long as they want. അതായത് അവർ എണീക്കുമ്പോൾ എണീച്ചോട്ടെ, ആൺമക്കളല്ലേ അവരെണീക്കുമ്പോൾ എണീച്ചോട്ടെ എന്നുള്ള രീതിയിലും. പക്ഷേ ഇവള് പെൺകുട്ടി ആയ കാരണം ഇവള് നേരത്തെ എണീച്ചിട്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു റെസ്പോൺസിബിൾ, അങ്ങനെ ഒരു മൈൻഡിലാണ് ജെയ്സി എന്ന് പറയുന്ന ഇവിടുത്തെ അമ്മേനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റേസി ഇസ് സ്ട്രോങ് ഹെഡഡ് ആൻഡ് റിബൽസ് എഗെയിൻസ്റ്റ് ദി ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദി ബോയ്സ് ആൻഡ് ഹെർ സെൽഫ്. അതായത് അവൾക്കും അതേപോലെ അവളും ആ ഒരു വീട്ടിലെ അംഗമാണ്, അവരുടെ 2 ബോയ്സും ആ ഒരു വീട്ടിലെ അംഗമാണ്, 3 ആളും ഈക്വൽ ആണ്. പക്ഷേ ഇവളുടെ അമ്മ ഈക്വൽ ആയിട്ടല്ല കാണുന്നത്. ഇവളെ രാവിലെ തന്നെ ചവിട്ടി പുറത്താക്കി അവർക്ക് ഇഷ്ടമുള്ളത്ര അവരെണിക്കും എണിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ആൺമക്കളിനെയും കെടുത്തി ഉറക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെതിരെ പറയുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷൻ, ആ ഒരു വേർതിരിവിനെതിരെ സംസാരിക്കുന്ന ഒരു സ്ട്രോങ് ഹെഡഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിട്ടാണ് നമ്മൾക്ക് ആരിനെ കണക്കാക്കാൻ പറ്റുന്നത്, റേസിനെ കണക്കാക്കാൻ പറ്റുന്നത്.
After the expression of her anger, she steps out to the warm and bright sun. അതായത് ഇങ്ങനെയൊക്കെ അവളുടെ ദേഷ്യം അവൾ തീർത്തു. അതായത് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെയാണോ, എന്താ നിങ്ങളുടെ നിങ്ങളുടെ ആൺമക്കൾ ഇങ്ങനെ ചെയ്യണതിനൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലേ, എന്നെ നിങ്ങൾ രാവിലെ തന്നെ പുറത്താക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെന്താണ് അവളുടെ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. വാതിലൊക്കെ കൊട്ടി അടച്ച് അത് ശരിയാണ് എന്നുള്ള രീതിയിലല്ല, എന്നാലും അവളുടെ ദേഷ്യം അവൾ പ്രകടിപ്പിച്ചതിന് ശേഷം അവൾ എന്താണ് ചെയ്യണത്, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണോ, അമ്മ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞൊരു മുറിയിൽ പോയിരുന്ന് കരയാണോ അവൾ ചെയ്തത്? അല്ല. അവൾ എന്താണ് ആ ഒരു ടൈനി റൂമിൽ നിന്നും ഇടുങ്ങിയ ആ ഒരു വീടിൽ നിന്നും എന്താണ് പുറത്തോട്ട് പോയിട്ട് ആ ഒരു നേച്ചറിലേക്ക് അവൾ ലയിച്ച് ചേരാണ്. അത് നേച്ചർ എന്ന് പറയുന്നത് അത്രയും വൈഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ. നമുക്ക് ഇഷ്ടം പോലെ ആ ഒരു കാടിൻ്റെ അടുത്താണ് അവരുടെ വീട് എന്നും കൂടിയും പറയുന്നുണ്ട്. അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും അവിടുത്തെ നേച്ചർ എന്ന് പറയുന്നത്. ആ ഒരു നേച്ചറിലേക്ക് അവൾ കടന്നു ചെല്ലാണ്. Then suggesting that she is right and her wish will be fulfilled. Oak can be a lazy boy അല്ലേ. ഓക്ക് എന്താണ് പോള ഇത്രയും അതായത് കാട്ടിലെ മൃഗങ്ങൾക്ക് വരെ ഭീഷണിയാവുന്ന രീതിയിൽ കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും ഓക്ക് സുഖമായിട്ട് അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുകയാണ്. അത്രയും ലേസി ആയിട്ടുള്ള ഒരു ആൺകുട്ടിയായിട്ട്, അതായത് അവർ അത്രയും ഒരു രീതിയിലാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഷർട്ടൊന്നും ഇല്ലാതെ ആയിരിക്കാം ചിലപ്പോൾ കിടക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് ഓക്കിനെ ഒരു ലേസി ബോയ്ട്ട്, ഒരു മടിയനായിട്ടുള്ള ഒരു ആൺകുട്ടിയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. Then he wished to get up early but did not. അതായത് അവന് രാവിലെ എണീക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ചിലപ്പോൾ കളിക്കാൻ പോകാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ. എന്തായാലും വീട്ടുജോലിക്കല്ല എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. റേസിനെ കൊണ്ടാണ് വീട്ടുജോലി ചെയ്യിപ്പിക്കണത് എന്നുള്ളത്. പക്ഷേ രാവിലെ എണീക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അവൻ ഓക്ക് കിടന്നത്. പക്ഷെ എന്താണ്, ഓക്ക് ഈ പോളാൻ്റെ ഇത്രയും വലിയ കൂർക്കം വലി കേട്ടിട്ടും ഓക്കെ എണീച്ചിട്ടില്ല. Then even Paula's loud and harsh snoring that does not irritate him and makes him get out of the bed. അതായത് ഇത്രയും വലിയ കൂർക്കം വലിയും അവനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഈ അമ്മമാരൊക്കെ പറയില്ല, നമ്മുടെ അടുത്ത് ആന വന്ന് ചവിട്ടിയാൽ പോലും നിങ്ങൾ എണീക്കില്ല എന്ന് പറയില്ല. അതേപോലെയുള്ളൊരു രീതിയിലാണ് ആര് കിടന്നുറങ്ങണത്, ഓക്ക് കിടന്നുറങ്ങണത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. നമുക്ക് കഥയായിട്ട് പറയുമ്പോൾ പറയാനും കേൾക്കാനും നല്ല രസമുള്ള ഒരു സ്റ്റോറീൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ ഇത്ര ചെറിയൊരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തി അതിൻ്റെ ആൻസറൊക്കെ എഴുതണം എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാവാതിരിക്കാനാണ് ഇപ്പം തന്നെ പോസ് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്താൽ മതി. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വായിച്ചെടുത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ദെൻ ഫോർത്ത് വൺ, വാട്ട് മെയ്ഡ് റേസി ഡിസ്കസ്റ്റഡ്. റേസി അത്ര രസത്തിലൊന്നുമല്ല ആ ഒരു കാഴ്ച കണ്ടത്. അതായത് ആ ഒരു റൂമിലേക്ക് വന്ന സമയത്ത് അത്ര വലിയ ഇഷ്ടമായിട്ടുള്ള രീതിയിലൊന്നുമല്ല, ഒരു വെറുപ്പോട് കൂടിയിട്ട് ഒരു അരോചകമായിട്ടുള്ള രീതിയിലാണ് റേസി ആ ഒരു റൂം തുറന്നപ്പോൾ കണ്ടത്. അപ്പോൾ എന്താണ് റേസിനെ ഡിസ്കസ്റ്റഡ് ആക്കിയത്, അങ്ങനെ ആ ഒരു രീതിയിൽ ഇഷ്ടക്കേട് തോന്നാൻ മാത്രം റേസിനെ എന്താണ് ഡിസ്കസ്റ്റഡ് ആക്കിയത് എന്നാണ് പറയണത്. എന്താണ്, ദർ ആർ സജഷൻസ് എബൌട്ട്. കണ്ടോ, സജഷൻസ് എബൌട്ട്, അതായത് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു സജഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ദെയർ ആർ സജഷൻസ് എന്ന് വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഈവൻ ആ ആൻസർ നിങ്ങൾ എക്സാമിന് എഴുതുന്ന ആൻസർ തെറ്റാണെങ്കിൽ പോലും സജഷൻ ആയിട്ടല്ലേ പറഞ്ഞ് എന്നുള്ള രീതിയിൽ അവിടെ മാർക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സജഷൻസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനൊരു പാരാഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ there are suggestions about the reasons for Racey's disgust. Paula's loud and harsh snoring. അതായത് പോള എന്താണ് അത്രയും വലിയൊരു സൗണ്ടിൽ കൂർക്കം വലിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇവൾ ഇത്ര നേരത്തെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എണീച്ചപ്പോൾ ഇവന്മാർ കിടന്ന് ഉറങ്ങുകയാണ്. ആർക്കായാലും ദേഷ്യം വരില്ലേ? അതാണ് ആർക്കും വന്നത്, റേസിക്കും വന്നത്. ആൻഡ് ദി ബോയ്സ് സ്ലീപ്പിംഗ് ഈവൻ ഇൻ ദി ലേറ്റ് മോർണിംഗ് ആൻഡ് എക്സ്പ്ലിസിറ്റ് റീസൺ. വൺ സജഷൻ ഇസ് ദാറ്റ് ഇൻ ദ ഒബ്ലിയസ് സ്ലീപ്പ് ദേ വർ നോട്ട് ഡീസൻ്റ്ലി കവേർഡ്. അവിടെ ബോൾഡ് ആക്കി കൊടുത്തിരിക്കുന്നതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആ ഒരു പാരഗ്രാഫിൽ. എന്താണ് ഫസ്റ്റ് വേണം, എന്താണ് അവളുടെ അത്ര ഇഷ്ടക്കേടാക്കിയിട്ടുള്ള ഫസ്റ്റ് വേണം എന്താണ്, ഒന്നാമത്തത് പോള എന്നുള്ള ആൺകുട്ടീൻ്റെ അത്ര വലിയ രീതിയിലുള്ള ആ ഒരു കൂർക്കം വലി. രണ്ടാമത്തത് എന്താണ്, ആ ആൺകുട്ടികൾ രണ്ടെണ്ണം കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവൾക്ക് അത്ര പിടിക്കണില്ല. അതായത് ഇവളിനെ രാവിലെ തന്നെ എണീപ്പിച്ച് വീട്ടു ജോലിക്കൊക്കെ നിർത്താണ്, അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അതും ഇവൾക്ക് ഇഷ്ടപ്പെട്ടുന്നില്ല. പിന്നെ എന്താണ്, അവർ നോട്ട് ഡീസൻ്റ്ലി കവേർഡ്, അവർ തോന്നിയതുപോലെ അവരുടെ ഇഷ്ടത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. അതായത് തോന്നിയ രീതിയിൽ അവരുടെ ഇഷ്ടത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. അതും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെന്താണ്, ദാറ്റ് ഈസ് വൈ ദോ ഡിസ്കസ്റ്റഡ് ഷി കവേഴ്സ് ദം വിത്ത് എ ഷീറ്റ്. അതായത് ഡിസ്കസ്റ്റഡ് ആയെങ്കിലും ഇവളുടെ അനിയന്മാരായിരിക്കാം, അല്ലെങ്കിൽ ചേട്ടനോ അനിയന്മാരോ ആയിരിക്കാം, ബ്രദേഴ്സ് ആയിരിക്കാം എന്നുള്ളൊരു കൺസേൺ ആണ് അവിടെ വരുന്നത്. അതായത് അവർ എങ്ങനെയോ കിടന്നോട്ടെ എന്നുള്ള രീതിയിലല്ല, അവൾ ഒരു ഷീറ്റ് എടുത്ത് അവരെ പുതച്ചിട്ടാണ് പോണത്. ആ ഒരു സിസ്റ്റർ രീതിയിലുള്ള ആ ഒരു ഫീലിംഗ് കൂടി അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക്, അല്ലേ. ദെൻ
But the most important reason is Jay-Z's discrimination against her in favor of the boys. അതായത് ഈ ആൺകുട്ടികളോട് ഇവൾക്ക് എന്താണ്, ആൺകുട്ടികളെക്കാളും ദേഷ്യം ഇവളുടെ അമ്മ എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആളോടാണ്. അത് ജെയ്സിനോടാണ് ഇവൾക്ക് കൂടുതലായിട്ടും ദേഷ്യം. കാരണം എന്താണ്, ജെയ്സി ആണ്, ഈ അമ്മയാണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത്. പെൺകുട്ടി ആൺകുട്ടി എന്നുള്ളൊരു വേർതിരിവ് ഈ അമ്മയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അമ്മേനോടാണ് കൂടുതലായിട്ടും ഇവൾക്ക് ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആ ഒരു ചിന്താഗതിയോട് ഇവൾക്കുള്ള ആ ഒരു എതിർപ്പ് എന്ത് ചെയ്യാണ്, കാണിക്കുകയാണ്. Then to arrive at these answers, you have to read the text with wisdom and keenness. Some explicit clues and some hidden suggestions are there to be കൺസിഡേർഡ്. അതായത് നമുക്ക് ഇത് മനസ്സിലാക്കി തന്നത് ഈ ഒരു കഥേൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഇതിൽ നമുക്ക് എവിടെയും പറഞ്ഞു തരുന്നില്ല. ഞാൻ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കഥയിൽ പറഞ്ഞു തരുന്നില്ല. ജെയ്സി വാസ് ഓക്ക് ആൻഡ് പോലാസിൻ്റെ മദറാണ് ജെയ്സി, പിന്നെന്താണ് റെയ്സിയും ഇവരുടെ മദറാണ്, ഇവരിങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ഡയറക്റ്റായിട്ട് ആ ഒരു കഥയിൽ പറയുന്നില്ല. പല രീതിയിലുള്ള പല സ്ഥലത്തുള്ള ക്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തിച്ചേരണത്. ദെൻ പിന്നെ എവിടെയാണ്, ദി എക്സ്പ്ലിസിറ്റ് റീസൺസ് വിൽ സ്ട്രൈക്ക് യു വെൽ സ്കിമ്മിങ് ആൻഡ് ദി എക്സ്പ്ലിസിറ്റ് വൺസ് വിൽ ബി അണ്ടർസ്റ്റുഡ് ഓൺലി വെൻ യു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ്. ഇത് വരികൾക്കിടയിലൂടെ ഈ ഒരു ഹിഡൻ മീനിങ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഹിഡൻ മീനിങ്ങിൽ മെയിനായിട്ടും വരുന്നത് ഏതാണ്, പിശാചിൻ്റെ പാട്ട് പോലെ അവൻ ഇത്രയും നേരമായിട്ടും കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, പിശാചിൻ്റെ പാട്ടൊക്കെ പാടിയിട്ട്, അതായത് കൂർക്കം വലിക്കണേനെയാണ് അവൾ ആ ഒരു രീതിയിൽ പറയണത്, അവർ കളിയാക്കി പറയണത്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, എന്താണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡിലൂടെയാണ്, റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ്, ഓരോ വരികൾക്കിടയിലൂടെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഫിഫ്ത്ത് വൺ, വിൽ റേസി ബി ഡിസ്കസ്റ്റഡ് ഫോർ എവർ. അതായത് അവളുടെ ആ ഒരു ദേഷ്യം അവൾ പ്രകടിപ്പിച്ചതിന് ശേഷം അതിൽ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്, അവൾ പ്രകടിപ്പിച്ചതിന് ശേഷം ആ ടൈനി റൂമിൽ നിന്നും, ആ ഒരു നാരോ ഹാളിൽ നിന്നും, ആ ഒരു സ്മോൾ ഹൗസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലൂടെ. അങ്ങനെ ആ ഒരു സ്മോൾ ഹൗസിൽ നിന്നും അത്രയും വൈഡായിട്ട് കിടക്കുന്ന ആ ഒരു നേച്ചറിലേക്ക്, ആ ഒരു സണ്ണിൻ്റെ ആ ഒരു രാവിലത്തെ നേരത്തെ ആ ഒരു സൂര്യപ്രകാശമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊണ്ട് അവൾ നടന്ന് നീങ്ങാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഫോർ എവർ, അതായത് എല്ലാ കാലത്തേക്കും അവൾ എന്താണ് ഈ ഒരു കാരണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വിഷമിച്ചിരിക്കുകയാണോ ചെയ്തത്? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ എഴുതാൻ പറ്റും? അല്ല, അവൾ എന്താണ് ആ ഒരു ടൈനി റൂമിൽ നിന്നും ആ ഒരു സൂര്യപ്രകാശമൊക്കെ കൊണ്ട് നേച്ചറിലേക്ക് നടന്ന് നീങ്ങുകയാണെന്നുള്ളത് പറയാൻ പറ്റും. ദി എൻഡ് ഓഫ് ദി പാരഗ്രാഫ് ഇസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ദാറ്റ് റേസി വിൽ ഗെറ്റ് ദി പീസ് ആൻഡ് ഹാപ്പിനെസ് ദാറ്റ് ഷീ വിഷസ് ഫോർ വെൻ ഷീ ഗെറ്റ്സ് ഔട്ട് ഓഫ് ദി ടൈനി റസ്റ്റിക് ഹൗസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ വീട് എങ്ങനെയാണെന്നുള്ളത് എല്ലാം അതിൽ ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വാക്കും നേരെ നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്ത് നോക്കാമെന്ന് പറയില്ല, അത്രയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ദെൻ വെൻ ഷീ ഗെറ്റ്സ് ഔട്ട് ഓഫ് ദി ടൈനി റസ്റ്റിക് ഹൗസ് ടു ദി വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നേച്ചർ വാട്ട് അവൈറ്റ്സ് ഹെർ ഇൻ ദി വാം ആൻഡ് ബ്രൈറ്റ് സൺ. അതായത് അത്രയും നേരത്തെ രീതിയിലുള്ള രാവിലത്തെ ആ ഒരു സൂര്യപ്രകാശമൊക്കെ നമുക്ക് നട്ടുച്ചയ്ക്കല്ല പറയണത്, രാവിലത്തെ രീതിയിലുള്ള ആ ഒരു സൂര്യപ്രകാശമൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ, അതൊക്കെ ആസ്വദിച്ച് അവളുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തി അവൾ എന്ത് ചെയ്യാണ്, വൈറ്റ് നേച്ചറായിട്ട് കണക്ട് ചെയ്ത് അവൾ അങ്ങനെ സന്തോഷം കണ്ടെത്തി അവളുടെ ആ ഒരു വിഷമമൊക്കെ ആ ഒരു ദേഷ്യമൊക്കെ അവളുടെ അമ്മേൻ്റെ അടുത്ത് തീർത്തുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, മുന്നേറാണ്. യുവർ എബിലിറ്റി ടു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് വിൽ ടേക്ക് യു ടു ദി റൈറ്റ് കൺക്ലൂഷൻസ്. അതെ, നമുക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ളൊരു റീഡിങ്ങും ആവശ്യമാണ്. ദെൻ സിക്സ്ത് വൺ, വാട്ട് ടെക്നിക് ഹാസ് ദി ഓതർ എംപ്ലോയ്ഡ് ടു എംഫസൈസ് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം എന്താണ്? ആ ഒരു എന്താ പറയുക, ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയില്ല, അതാണ് ഒപ്റ്റിമിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ഇമേജ് കൊണ്ടുവരാൻ ഓതറിന് എങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു പാരഗ്രാഫിൽ സാധിച്ചിട്ടുള്ളത് എന്നാണ് പറയണത്. എങ്ങനെയാണ്, നമ്മൾ ആ ഒരു ചെറിയൊരു ഷോർട്ടിൽ നിന്നാണ് കേട്ടോ അതിൻ്റെ ആൻസേഴ്സ്, ഇത്രയും വലിയ ആൻസേഴ്സൊക്കെ അതിൽ നിന്ന് കൊണ്ടുവരണത്. അപ്പോൾ നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് തന്നെ ആ ഒരു ഷോർട്ടിനെ കാണാനായിട്ട് നോക്കാം കേട്ടോ. ദെൻ the author has employed contrasting images to emphasize his or her optimism. ഏതൊക്കെ ഇമേജ് ആണ്? ഫസ്റ്റ് ഇമേജ് ഓഫ് 2 irresponsible boys in the bed. അതായത് അത്രയും അലസമായിട്ട് കിടന്നുറങ്ങുന്ന 2 ആൺമക്കളിനെ കാണിച്ചിട്ടാണ് അതിലൂടെയാണ് ഫസ്റ്റ് ഇത് കൊണ്ടുവരാനായിട്ട് സാധിക്കണത്. അതൊരു ഇമേജാണ്. 2 റെസ്ലെസ് ആയിട്ട് അത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട് അലസമായിട്ട് കിടന്നുറങ്ങുന്ന 2 ആൺമക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇമേജ് വരികയാണ്. ഫസ്റ്റ് വേണം ആ ഒരു ഇമേജാണ്. ആ ഒരു ഇമേജിലൂടെയാണ് കഥ
പോണത്. ഫസ്റ്റ് എന്താണ് ആ ഒരു ഇമേജ് പറഞ്ഞു. ദെൻ ഇൻ ദി ലേറ്റ് മോർണിംഗ് indecently covered and snoring irritatingly. The idea that the place is a rustic forest land, the narrow hall and the smaller bedroom, and the discriminatory wielding of authority by JC suggest bleakness, whereas the exterior to which Razy steps out is warm and bright. Bleakness എന്താണ്? ആ ഒരു വിഷാദഭാവം, അതായത് ജേസിൻ്റെ ഡിസ്ക്രിമിനേഷൻ കാരണം, അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടീനെയും ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് കാരണം വിഷമിച്ചിരുന്ന ആ ഒരു വിഷാദഭാവത്തിൽ ജീവിതം ഫുള്ള് കണക്കാക്കുന്ന ഒരാളല്ല റേസി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ ആ ഒരു പോയിന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. റേസി സ്റ്റെപ്സ് ഔട്ട് ഈസ് വാം ആൻഡ് ബ്രൈറ്റ്. അതായത് റേസിൻ്റെ ആ ഒരു നേച്ചറിലേക്കുള്ള ആ ഒരു കാൽവെപ്പ്, ഈ ഒരു ടൈനി ഇടുങ്ങിയ ഈ ഒരു മുറിയിൽ നിന്നും ഇതൊന്നുമല്ല അവളുടെ ലോകം, ഇനിയും ഒരുപാട് ലോകം കാണാനുണ്ട് എന്നുള്ള രീതിയിൽ അവൾ എന്ത് ചെയ്യാണ്, നേച്ചറിലേക്ക് നടന്ന് നീങ്ങാണ്. ദിസ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദി ഇന്റീരിയർ ആൻഡ് ദി എക്സ്റ്റീരിയർ ഓഫ് ദി ഹൗസ് ക്ലിയർലി സജസ്റ്റ് ദി ഓതേഴ്സ് ഓപ്റ്റിമിസം. അതായത് വീടിൻ്റെ അകത്ത് എന്താണ്, ചെറിയൊരു ഇടുങ്ങിയ മുറിയാണ്, മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ഇടുങ്ങിയ മുറിയാണ് വീട്, അതായത് ചെറിയൊരു ഹാളാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നും വീടിൻ്റെ പുറത്തേക്കുള്ള ഒരു കാഴ്ച, വീടിൻ്റെ കാടിൻ്റെ അടുത്താണ് വീട്, അതേപോലെ അത്രയും വൈഡായിട്ടുള്ള ആ ഒരു നേച്ചറിലേക്ക്, അതായത് ഇടുങ്ങിയ മുറിയിൽ നിന്നും വൈഡായിട്ടുള്ള നേച്ചറിലേക്കുള്ള ഓതറിൻ്റെ ആ ഒരു ശുഭാപ്തി വിശ്വാസം കാണിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസം ആ ഒരു സെൻറ്റൻസിലൂടെ കാണിക്കാനായിട്ട് നോക്കുകയാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി ദി ഓതേഴ്സ് ഇൻറ്റൻഷൻ? അതായത് ഇതിലൂടെ ഓതർ എന്തായിരിക്കാം ഇൻറ്റൻറ്റ്, അതായത് എന്തായിരിക്കാം ആൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ദി ഓതേഴ്സ് ഇൻറ്റൻഷൻ ക്ലിയർലി ആൻഡ് കംപ്ലീറ്റ്ലി എ തോറോ റീഡിംഗ് ഓഫ് ദി ടെക്സ്റ്റ് ഇസ് നെസസറി ആസ് സെവറൽ സ്ട്രെയിൻസ് ഓഫ് ഐഡിയാസ്, പെർസ്പെക്റ്റീവ്സ്, തോട്ട്സ് എറ്റ്സെട്ര ക്യാൻ ബി ഹിഡൻ ബിഹൈൻഡ് സം സജഷൻസ്, ക്ലൂസ്, വേർഡ്സ്, എക്സ്പ്രഷൻസ് ആൻഡ് പങ്ക്ച്വേഷൻസ്. അതായത് നമുക്ക് ഓരോ പങ്ക്ച്വേഷൻസിലൂടെയും എവിടെയൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെമി കോളൻ അല്ലെങ്കിൽ കോളൻ, ഈ ഒരു ഇൻവേർട്ടഡ് സെൻറ്റൻസസ് അതിലൊക്കെ മനസ്സിലാക്കി ആരോട് ആര് പറയുന്നതാണെന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്, ഹിഡൻ മെസ്സേജസ്, നമ്മൾ കുറേ സ്ഥലത്തായിട്ട് പറയുകയാണ് ഹിഡൻ മെസ്സേജസ്, അതേപോലെ ആരോടാണ്, എന്താണ് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പല രീതിയിലും ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ആയിക്കൂടെ, അപ്പോൾ ഓക്ക് ആൻഡ് പോള ഇവരിൻ്റെ ആൺമക്കളായിക്കൂടെ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചിന്തിച്ച് നോക്കുകയാണ്. റേസി ഇവരിൻ്റെ പെൺമക്കളായിക്കൂടെ എന്നൊക്കെ നമ്മൾ പല രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കുകയാണല്ലോ. അതൊക്കെ ഏതിൽ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഈ ഒരു ഓതർ എന്താണ് അതിലൂടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് അത്യാവശ്യമാണ്. Considering all such elements, we can conclude the author's intention to bring to the light of the following ideas. ഏതൊക്കെ ഫീൽഡിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നുന്നത് ഏതൊക്കെയാണ്? ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള ആ ഒരു വേർതിരിവ്, അതായത് ആൺമക്കളിൽ നിന്നും പെൺമക്കളിലേക്ക് വരുമ്പോൾ ആ ഒരു വീട്ടുജോലികളൊക്കെ ചെയ്യേണ്ടത് പെൺമക്കളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ നമ്മൾക്ക് ആ ഒരു ചെറിയൊരു എക്സെപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ വായിക്കുന്ന സമയത്ത് അതിലൂടെ നമുക്ക് എന്താണ്, സ്ത്രീകൾക്കെതിരെയുള്ള ആ ഒരു വേർതിരിവ്, സ്ത്രീകൾ അതായത് പുരുഷന്മാരെക്കാളും താഴ്ന്നതാണ് എന്നുള്ള ആ ഒരു വേർതിരിവ് നമുക്ക് കാണാനായിട്ട് പറ്റാണ്. ദെൻ the success of the agitators against such discrimination is the promise of a bright future. The bleakness of life is the interior of man, not in the wide, warm, beautiful nature, and living in tune with nature is the only way to get a happy, contented life. അതായത് ഈ ഒരു സെൻറ്റൻസിൽ പറയണത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്, ആ ഒരു സംഭവം നടന്നു, പല ആളുകളും പല രീതിയിലാണ് കാണുക. ഓക്കെ, ദെൻ അത് കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സിലൂടെയും അല്ലെങ്കിൽ ഓരോ ബുക്സിലൂടെയും നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റും സ്ത്രീകൾക്കെതിരെയുള്ള ആ ഒരു വേർതിരിവ്. പക്ഷേ അങ്ങനെ തന്നെയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരിലേക്ക് നമുക്കത് അടിച്ചമർത്താനൊന്നും പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ചിന്തിക്കാനുള്ളത്, അത് ഓക്കെ. പക്ഷേ നമുക്ക് അവരിനെ ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അവരുടെ ചിന്താഗതി മാറ്റാൻ നമുക്ക് പറ്റില്ല, അത് അവർ തന്നെ വിചാരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അവരിനെ ആലോചിച്ചിരുന്നിട്ട് നമ്മളുടേതായിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ്സും നമ്മൾ
നമ്മളുടെ ആയിട്ടുള്ള ആ ഒരു ഡ്രീംസ് എല്ലാം നമ്മൾ കളയുന്നതിന് പകരം അവരങ്ങനെയാണ് എന്നുള്ളത് അവരെ മനസ്സിലാക്കാൻ നോക്കുക എന്നുള്ളതിനുപരി അവരങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർ അത്ര ആ ഒരു നാരോ രീതിയിലാണ്, അവർ അത്രയും ഇടുങ്ങിയ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്, അവരുടെ ചിന്താഗതി അങ്ങനെയാണ്, അവർക്ക് വൈഡായിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു കഴിവൊന്നുമില്ല എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടേതായിട്ടുള്ള ആ ഒരു ഫ്യൂച്ചറിലേക്ക്, നമ്മുടേതായിട്ടുള്ള ഡ്രീമിലേക്ക്, നമ്മളുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പാർട്ടോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കറക്റ്റായിട്ട് എല്ലാ പോയിൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. താങ്ക് യു.